ഓരോ ദിവസവും ഓരോ നാളും നോക്കിയ മരുന്നിന്റെ അളവും സമയവും നിശ്ചയിക്കുന്നത്. കാരണം ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്. ചന്ദ്രൻ വളരുന്ന ശുക്ലപക്ഷത്തില് പുതുജീവന്റെ തുടക്കമാവും. ശരീരവും തലച്ചോറും മനസ്സുമെല്ലാം പുതിയ ശബ്ദങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. സ്വാമി, ഇങ്ങനെ മതിയോ? ഓ, അത് മതി. അങ്ങനെ തന്നെ ചെയ്തോ. ചിത്ര പൗർണമി നാളിൽ മനസ്സിന്റെ ആഴത്തിലുള്ള പാളികൾ തുറക്കും. അന്ന് പ്രത്യേകമായ ധ്യാന ചികിത്സയും ഔഷധധാരയും ഉണ്ടാവും. മരുന്നും മന്ത്രങ്ങളും രോഗിയുടെ ഉള്ളിലെ മറഞ്ഞുപോയ ഓർമ്മകളെ ഉണർത്തും. അത് കഴിയുമ്പോ ഗൂഗിൾ സാറിന്റെ ഭാര്യയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടും അല്ലേ ഗുരുജി? ഓർമ്മ തിരിച്ചു വരുന്നത് ഒരൊറ്റ നിമിഷത്തിലല്ല, അതൊരു യാത്രയിലാണ്. കൃഷ്ണപക്ഷത്തിലെ ശുദ്ധീകരണത്തിൽ നിന്നും ശുക്ലപക്ഷത്തിൽ കരുത്താർജിച്ച് ചിത്ര പൗർണമിയിൽ പുനർജന്മത്തിലേക്ക്. ചികിത്സയും പൂജയും പൂർത്തിയായി കഴിയുമ്പോൾ അർദ്ധനാരീശ്വരന് മുമ്പില് രോഗി സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ സമയം ഓർമ്മകളെല്ലാം തിരിച്ചുവരും, നിശ്ചയം. സച്ചി ആദ്യമായിട്ട് വന്നതല്ലേ? ക്ഷേത്രത്തിൽ പോയി തൊഴുതോ നിങ്ങള്? ഇല്ല ഗുരുജി, ഞങ്ങള് വന്നതേ ഉള്ളൂ. നിനക്കും ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ ചിലത്. ഇനി നിന്റെ പ്രാർത്ഥനയും കൂടെ നടക്കട്ടെ. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചോളൂ. നിന്റെ കണ്ണീരും ശ്വാസവും എല്ലാം സമയത്തിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾ ആവശ്യപ്പെട്ടതിലും കൂടുതൽ പണമുണ്ട്. കണ്ണും കാതും തുറന്ന് നീ അവിടെ തന്നെ വേണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം. ശിവയോഗിയുടെ ചികിത്സ അവർക്ക് ഫലിക്കരുത്. ശിവയോഗിയുടെ ചികിത്സാ പദ്ധതികളെല്ലാം എനിക്കറിയാം. എന്നെ സഹായിക്കുന്നവർക്ക് വേണ്ടി അത് മുടക്കാനും എനിക്കറിയാം. നിങ്ങളെ വിശ്വസിക്കാലോ അല്ലേ? ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ പരസ്പര വിശ്വാസത്തിലാണല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം. തൽക്കാലം നിങ്ങളെ വിശ്വസിക്കാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷേ പണം വാങ്ങിയിട്ട് ഞങ്ങളെ ചതിച്ച അത് ക്ഷമിക്കുന്നവരല്ല ഞങ്ങൾ. ശിവയോഗിയുടെ ചികിത്സയില് രഹസ്യമായ ഒരുപാട് ഔഷധക്കൂട്ടുകളുണ്ട്. അതിന്റെ രഹസ്യങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് സംശയം വേണ്ട, കാര്യം നടന്നിരിക്കും. എന്നാ ഞാനങ്ങോട്ട്. ശരി, ഒരു ശുഭവാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കും. ഉറപ്പായി അറിയിക്കാം. ഇയാളെ കൊണ്ട് കാര്യം നടക്കുമല്ലോ അല്ലേ? നടക്കും. ആ ശിവയോഗി നമ്മൾ വിചാരിച്ച പോലെ വെറും ഒരു സന്യാസി മാത്രമല്ല, ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനാ. എന്തോ മുടിഞ്ഞ ചികിത്സയാ ആ യോഗി അവരുടെ തലയിൽ പ്രയോഗിക്കുന്നത്. അയാൾ എത്ര അഗ്രഗണ്യനാണേലും നമ്മുടെ പണത്തിന്റെ സ്വാധീനത്തിന്റെ ശക്തിയിൽ അർച്ചനയുടെ പൂജ മുടങ്ങണം. ഓർമ്മയുടെ ഒരു തരി വെളിച്ചം പോലും അവളുടെ തലയിലേക്ക് തിരിച്ചു വരാൻ ഇടയാവരുത്. ഇയാളൊരു ചെറിയ ഇര മാത്രമാണ്. ഇയാളെക്കാൾ വലിയ സ്രാവുകൾ അവിടെ വേറെയുണ്ട്. അവരെയും നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും. ഇയാളുടെ ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കട്ടെ. അതല്ലാതെ മറ്റൊരു വഴി കൂടി നമുക്ക് തുറന്നിടണം. അതിന് ആശ്രമത്തിൽ നിന്ന് മറ്റാരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. മൂർത്തി, ഉടനെ തന്നെ നമുക്ക് ആശ്രമത്തിലേക്ക് പോണം. അവിടെ നിന്ന് നമുക്ക് പറ്റിയൊരാളെ കൂടി കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. സാറിന് കേൾക്കും. ശരി, തൊഴിച്ചിട്ട് വരാം.
സമൃദ്ധിക്കിപ്പോ അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടണം. എൻ്റെ ഗൗരിമോൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുകയും ചെയ്യരുത്. കനിവുണ്ടാവണേ ദൈവമേ. എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. ധന്വന്തരിമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി തുടങ്ങാൻ പറ്റി. മകളുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നതിൽ ആകാംക്ഷയുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പുറത്ത് ബന്ധുക്കളെല്ലാം ഉണ്ടെന്നാ. മനസ്സിലായി ഗുരുജി. ഗോകുലും അമ്മയും അവര് പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവര് മാത്രമല്ല, മോളെവിടെ എത്തിച്ചവരും മോളെ കാണാൻ വന്നവരും എല്ലാം ഈ മഠത്തിൽ എത്തിയിട്ടുണ്ട്. ഗോകുലും അമ്മയല്ലാതെ മറ്റാരാ ഗുരുജി എന്നെ കാണാൻ വന്നിട്ടുള്ളത്? ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ ഇന്ന് മനസ്സിലാവാത്ത പലതും അന്ന് മനസ്സിലാവും.